天性。ടോക്കിയോ റിവെഞ്ചേഴ്സ് സീസൺ 3 ടെൻജിക്കു ഇൻസിഡന്റ് അല്ലെങ്കിൽ ടെൻജിക്കു ആർക്ക് ആദ്യ 2 സീസൺ പോലെ തന്നെ മൂന്നാമത്തെ സീസണും ഒരു റിപ്പീറ്റ് മോഡിലാണ് പോകുന്നത്. അതായത് ആദ്യത്തെ സീസണിൽ വാൽഹല്ല ആയിരുന്നെങ്കിൽ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ബ്ലാക്ക് ഡ്രാഗൺസ് ആണ്, മൂന്നാമത്തെ സീസണിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ടെൻജിക്കു എന്ന് പറയുന്ന പുതിയ ടീമാണ്. അപ്പം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. തൻ്റെ ഫ്യൂച്ചറിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ടാക്കമീച്ചി നടത്തുന്ന പരാക്രമങ്ങൾ അല്ലെങ്കിൽ പ്രയത്നത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സീസൺ 3 മുൻപോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിനെ മാങ്ക റൈറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി വളരെ ബ്രില്യൻ്റ് ആണെന്ന് തോന്നുന്നു. ഓരോ സീസണിലും നമുക്കൊരു പുതിയതായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രഷ്നെസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിപ്പം എല്ലാ സീസണിലും അട്ടിയും ഇടിയും ഗൂസ് ബംസും അങ്ങനെ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ കൂടെ അതിലേക്ക് വേണ്ട കാര്യങ്ങളെ ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ ക്രിയേറ്റർ കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ നല്ല രീതിക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യുവാനും ഇതിൻ്റെ ആനിമേക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ടെൻജിക്കു എന്ന് പറയുന്ന പുതിയൊരു ടീം വരുന്നുണ്ട്. അതിൻ്റെ ലീഡറായിട്ട് ഇസാന എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടറിനെയൊക്കെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി വളരെ ഗംഭീരമാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റൈൽ ഞാൻ സീസൺ 1 കണ്ട സമയത്ത് പറഞ്ഞിരുന്നു, ഈ ഒരു ടോക്കിയോ റിവെഞ്ചേഴ്സിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് വളരെ ഡിഫറൻറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക വൈബും ഉള്ളതാണ്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങിച്ചെല്ലാം അല്ലെങ്കിൽ ആ ഒരു വേൾഡുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ആർട്ട് സ്റ്റൈൽ ഈ ഒരു ടോക്കിയോ റിവെഞ്ചേഴ്സിനുണ്ട്. അപ്പോൾ സീസൺ 3 വരുമ്പോഴത്തേനും ആ ഒരു കാര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ക്യാരക്ടേഴ്സിന് അതായത് പുതിയ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അവരെല്ലാം പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഗംഭീരമാണ്. ഇവൻ ആ ക്യാരക്ടേഴ്സിൻ്റെ ഫ്ലാഷ് ബാക്സും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സീസൺ 1 സീസൺ 2 നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആവുന്നത് നമുക്ക് ആ ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു അറുതി സീസൺ 3 വന്നിട്ടുണ്ട്. അതെന്താണെന്നോ എന്ത് മാങ്ങാണ്ടിയാണെന്നോ ഒന്നും ഞാൻ സ്പോയിലറായിട്ട് പറയുന്നില്ല. പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കാര്യങ്ങളെ സീസൺ 3 വരുമ്പോഴത്തേന് ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സീസൺ 2 അവസാനത്തിൽ ഇവർ ബ്ലാക്ക് ഡ്രാഗൺസിനെ തോൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ടോക്കിയോ മാഞ്ചി ഗാങ്ങിനെ രക്ഷിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ടാക്കമീച്ചി ഫ്യൂച്ചറിലേക്ക് ചെല്ലുന്നു. പക്ഷേ കാര്യങ്ങൾ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടാക്കമീച്ചി എങ്ങനെയാണ് വീണ്ടും പാസ്റ്റിലേക്ക് വന്നിട്ട് ടെൻജിക്കു എന്ന് പറയുന്ന പുതിയ ഗ്രൂപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള ഒരു സംഭവം വെച്ചുകൊണ്ടായിരുന്നു സീസൺ 2 അവസാനിച്ചത്. അപ്പോൾ സീസൺ 3 വരുമ്പോഴത്തേനും അവിടെ സംഭവിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നടക്കുന്നത്. ടെൻജിക്കു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവർ എത്രമാത്രം പവർഫുൾ ആണെന്ന് കാണിക്കുന്നു. ഈസാന എന്ന് പറയുന്ന അവരുടെ ലീഡർ മൈക്കിക്കൊപ്പം എത്രമാത്രം കട്ടക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് കാണിക്കുന്നു. എന്നിട്ട് ടെൻജിക്കു ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നു. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീസൺ 1 സീസൺ 2 ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സീസൺ 3 ഇഷ്ടപ്പെടും. ഫോർ മീ എനിക്ക് സീസൺ 1 ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ആ ഒരു വാൽഹല്ലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസിഡൻ്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ടെൻജിക്കു ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ഡ്രാഗൺസിൻ്റെ ആ ഒരു ആർക്ക് എനിക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കൊള്ളായിരുന്നു. പക്ഷേ ഫോർ മീ ഈ ഒരു ടെൻജിക്കു കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ എന്തായാലും സീസൺ 3 ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കാരണം ഒരു നിരാശ നിങ്ങൾക്ക് ഉണ്ടാക്കത്തില്ല. നിങ്ങൾക്കൊരു ഗംഭീരമായിട്ടുള്ള ഫീൽ തന്നെ. അതായത് സീസൺ 1 സീസൺ 2 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സീസൺ 3 ഇഷ്ടപ്പെടും. പക്ഷേ ഇതൊരു ഓരോ വീക്കും വെയിറ്റ് ചെയ്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതൊരു ഗംഭീര ഐറ്റം തന്നെയാണ്. കാരണം ഇതെല്ലാം കൂടെ ഒറ്റയടിക്കിരുന്ന് കാണുമ്പോഴത്തേനും ഒരു റെപ്പറ്റേറ്റീവ് ഫീൽ വരാനും അല്ലെങ്കിൽ ഒരു ലാഗ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. വീക്കിലി വെയിറ്റ് ചെയ്തിട്ട് ഓരോ എപ്പിസോഡും കാണുമ്പോൾ തന്നെ ആ ഒരു ലാഗ് വരത്തില്ല. നമുക്ക് കുത്തിപ്പിടിച്ചിരുന്ന എല്ലാ എപ്പിസോഡും കാണേണ്ട അവസ്ഥ വരത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണലി അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു തരത്തിലുള്ള ഹിൻറ്റും കിട്ടിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം സീസൺ 3 അവസാനിക്കുന്ന ആ ഒരു രീതിക്കാണ്. സീസൺ 1 സീസൺ 2 എന്നൊക്കെ പറയുമ്പോൾ തന്നെ വരാൻ പോകുന്ന ഇൻസിഡൻസിന് വലിയൊരു തിരി അവർ കൊളുത്തി വിടുമായിരുന്നു. പക്ഷേ സീസൺ 3 കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബട്ട് അതെന്തുകൊണ്ട് നല്ലതായി. കാരണം ചില ആളുകൾക്ക് അതൊരു കല്ലുകടിയായിട്ട് തോന്നാം. പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് മാങ്കെ പക്കയായിട്ട് ഫോളോ ചെയ്യുവാണെന്നാണ് ഞാൻ കേട്ടത്. മാങ്കയ്ക്കകത്ത് എങ്ങനെയാണോ സീസൺ 3 അല്ലെങ്കിൽ ഈ ഒരു ടെൻജിക്കു ഇൻസിഡൻറ്റിൻ്റെ ആർക്ക് എൻഡ് ആയത് അതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം അങ്ങനെ ഒരു വലിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു വലിയ ഉത്കണ്ഠ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ടോക്കിയോ റിവെഞ്ചേഴ്സിൻ്റെ സീസൺ 3 അവസാനിക്കുന്നത്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.